ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഓണം സീരീസിലെ നമ്മുടെ അടുത്ത റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അത് നമ്മുടെ പച്ചടിയാണ്. അപ്പോൾ ഞാനിന്ന് പാവയ്ക്ക വെച്ചിട്ടുള്ളൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. 2 പാവയ്ക്ക ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ്, പാവയ്ക്കയുടെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് വളരെ കനം കുറച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് പാവയ്ക്ക ആദ്യം ഫ്രൈ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ പാവയ്ക്ക കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. 2-3 തവണ ഞാൻ കഴുകിയെടുത്തു. പാവയ്ക്ക ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ കനം കുറച്ചിട്ടാണ് ഞാനിത് അരിഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത് പാവയ്ക്ക ഫ്രൈ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി കട്ടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് പാടായിരിക്കും, സമയമെടുക്കും അത് വറുത്ത് കിട്ടാൻ. അപ്പോൾ നമുക്ക് വളരെ കനം കുറച്ച് ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ പാവയ്ക്ക കുറച്ച് കയ്പുള്ള പാവയ്ക്ക ആയതുകൊണ്ട് ഞാനതൊന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞായിരുന്നു. അതിനുശേഷം ഇനി നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ പാവയ്ക്ക നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് പാവയ്ക്ക നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് പാവയ്ക്ക ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ 2-3 സ്പൂൺ ചിരകിയ തേങ്ങ ചിരണ്ടിയത് ഞാൻ ഇട്ടു. പിന്നെ 1 സ്പൂൺ നമ്മുടെ കടുക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള 2 പച്ചമുളക്. അപ്പം ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് അധികം താല്പര്യമില്ലാത്തവർക്ക് 1 പച്ചമുളക് മതി. പിന്നെ നമുക്ക് ഒരു 3 സ്പൂൺ തൈരും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഇത് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഒഴിക്കുക. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ പാവയ്ക്കയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് എന്തായാലും വീണ്ടും ചേർക്കേണ്ടി വരും. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കടുകും മുളകും ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ചേർക്കാം. അപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഈ പച്ചടിയിലേക്ക് അത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് പച്ചടി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓണം സീരീസിൽ അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.